ഇത് പുതുപ്പാടി സ്വദേശി ലൈജു പൗലോസ്. ഈ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണ്. കോതമംഗലം സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതികളും ഉത്സാഹവും ഏതൊരു കർഷകനും മാതൃകയാക്കാവുന്നതാണ്. ജൈവ രീതിയിലുള്ള സമ്മിശ്ര കൃഷി രീതിയാണ് ലൈജു അവലംബിച്ചു വരുന്നത്. രാവിലെ 2 മണിക്കൂർ സമയമാണ് ലൈജു കൃഷിക്കായി മാറ്റിവെക്കുന്നത്. 200ഓളം കോഴികളും പ്ലാവുമാണ് പ്രധാനമായും ലൈജു പരിപാലിച്ചു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. എൻ്റെ പേര് ലൈജു പൗലോസ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം നിവാസിയാണ്. ഞാൻ കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷക്കാലമായി വിവിധ തരം കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഏത്തവാഴ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്, ചേന, ചോളം, അങ്ങനെ നിരവധി കൃഷികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മരച്ചീനി എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോലി തിരക്കുകൊണ്ട് നേരത്തെ പൈനാപ്പിൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന 1 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അതെൻ്റെ വീടിൻ്റെ പുറകുവശത്ത് തന്നെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിലവിൽ 3 ഇനത്തിലുള്ള പ്ലാവിനങ്ങൾ J32 വിയറ്റ്നാം സൂപ്പർ എർലി അടക്കമുള്ള പ്ലാവുകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ 2ാം വർഷം എനിക്ക് അത്യാവശ്യം വിളവ് കിട്ടി. ഈ വർഷം എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായും ഓർഗാനിക് രീതിയിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. ഞാൻ പ്ലാവ് നട്ടപ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം കോഴിവളവും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിമണ്ണാക്കെല്ലാം കുഴിക്കകത്തിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലാണ് തൈകൾ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫലം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് 5 കിലോ, 8 കിലോ, 12 കിലോ വരെയുള്ള ചക്ക എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്ക് അത് വിളവെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇതിന് ഇടയ്ക്കോടെ ഒരു 40 തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അടുത്ത വർഷത്തോടെ ആ തെങ്ങും ചൊട്ടയിട്ട് കിട്ടും. അപ്പം നല്ല ഫലം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിൽ ഇങ്ങനെ നിരവധിയായ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം മലയാളിക്ക് ഇതുപോലെ പ്ലാവ് മറ്റ് തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനകത്ത് നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളത്. മഴക്കാലങ്ങളിലൊക്കെ നമുക്കറിയാം, നാട്ടിൻ പ്രദേശങ്ങളിലുള്ള വലിയ നാടൻ പ്ലാവുകളിലെല്ലാം ചക്കയുണ്ടായി അതിൻ്റെ എല്ലാം ഫലം കിട്ടുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുണകരമല്ലാതെ പഴുത്ത് നിലത്ത് ചാടി പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് ഡിസംബർ മാസത്തിൽ, ജാനുവരി മാസത്തിലെല്ലാം നമുക്കിത് കിട്ടുന്നത് നമുക്ക് നല്ല വില കൂടി കിട്ടും. ഞാൻ ആദ്യം ചക്ക കൊടുത്തത് കിലോ 25 രൂപ വിലയ്ക്കാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊടുത്തത് 22 രൂപ വിലയ്ക്ക്. ഇപ്പം ഇന്ന് കൊടുക്കുന്നത് 23 രൂപ വിലയ്ക്കാണ്. ആലുവ കുന്നുകര സർവീസ് സഹകരണ ബാങ്കാണ് നമ്മളിൽ നിന്ന് ചക്ക സ്ഥിരമായിട്ട് ഇപ്പോൾ ഏറ്റെടുത്ത് കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോതമംഗലം പോലുള്ള ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ഇടിഞ്ചക്കകൾ കയറ്റി പോകുന്നുണ്ട്. ആ ഒരു ചക്കയ്ക്ക് ആകെ കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 25 രൂപ, 20 രൂപ. ഫെബ്രുവരി കഴിയുമ്പോഴേക്കും 15 രൂപ, 10 രൂപ വരെയൊക്കെയാണ് ഒരു ഇടിഞ്ചക്കയ്ക്ക് കിട്ടുക. സ്വാഭാവികമായിട്ട് എനിക്ക് 200 രൂപ വരെ ഒരു ചക്കയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരെണ്ണത്തിനല്ല, നമുക്ക് എല്ലാ ആഴ്ചയിലും വിളവെടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള വലിയൊരു ഗുണകരമായ കാര്യമാണ്. അപ്പോൾ മുഴുവൻ സമയം ഇതിനകത്ത് നമുക്ക് കേന്ദ്രീകരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയാണ്. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയം, ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 6:30 മുതൽ ഒരു 8:30 വരെയുള്ള സമയമാണ് ഞാൻ ഇതിനകത്ത് ചെലവഴിക്കുന്നുള്ളൂ. ഇത് തെങ്ങ് ഇട്ടിട്ടുണ്ട്, പ്ലാവുണ്ട്, ഞാൻ 5-6 റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അബിയു, റെഡ് ലേഡി, പപ്പായ അടക്കം ഇതിനകത്തൊരു മിക്സഡ് ആയിട്ട് ഞാൻ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, ഇത് ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു കൃഷിയാണ്. വലിയ തുടക്കത്തിലുള്ള മുടക്കല്ലാതെ വലിയ മുതൽ മുടക്ക് പിന്നീട് ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ മുടക്കുന്ന പൈസയുടെ റിട്ടേൺ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നനയ്ക്കുന്നതിന്, ജലസേചനത്തിന് വേണ്ടിയിട്ട് ഞാൻ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ഈ കൃഷിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. മുഴുവൻ സമയം എനിക്ക് ഇതിനകത്ത് കേന്ദ്രീകരിക്കേണ്ടി വരുന്നുമില്ല. ജോലിയും മറ്റ് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഞാൻ കൂടുതലും ഇതിനകത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ്. നല്ല മധുരമുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട് ആകുമ്പോൾ ഇതിലും കൂടുതൽ മധുരം സ്വാഭാവികമായിട്ടും കിട്ടും. അവരെനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഇത് കൊണ്ടുവന്ന് തരുന്നിരുന്നു. ഇപ്പോൾ നല്ല മധുരമുണ്ട്. ഇത് കഴിയുമ്പോൾ നല്ല മധുരമായിട്ട് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് കുറച്ച് കോഴീനെ വളർത്തിയതാണ്.
ഇത് BV3 ഇനത്തിൽപ്പെട്ട കോഴികളാണ്. ഇതിനെ വെച്ച് കൂട്ടി തന്നെ നിന്നാൽ മതി. നമുക്ക് വേറെ അഴിച്ചു വിടുകയൊന്നും വേണ്ട. വെള്ളം ട്രിപ്പ് ഇറിഗേഷനായിട്ട് തന്നെ ഇതിന് വെള്ളം കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ദിവസേന മുട്ടയിടും. എല്ലാ ദിവസവും മുട്ടയിടും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 5 മാസം പ്രായമായുള്ളൂ. ഈ മാസം തൊട്ട് മുട്ടയിട്ട് കൊടുക്കും. പിന്നെ ഉള്ളത് ഈ ഗ്രാമശ്രീ കോഴികളാണ്. ഇതിനെല്ലാം അഴിച്ചുവിട്ട് വളർത്തുന്നതാണ്. ഇത് അഴിച്ചുവിട്ട് വളർത്തുന്നത് നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. അതെ അതെ അതെ, ഇത് പൂർണ്ണമായിട്ട് അഴിച്ചു വിട്ട് വളർത്തുക. അത് പുല്ലൊക്കെ കുത്തി തിന്നോളൂ. അത്യാവശ്യം പറമ്പ് മുട്ടയിടും. ഇതന്നേരം അതിൻ്റെ അത്ര എണ്ണം ഇടൂല എന്ന് മാത്രം. ഇത് മുട്ടയുടെ അളവിൽ കുറവുണ്ടാവും. പക്ഷെ അന്നേരം നമുക്ക് തീറ്റ പുല്ലൊക്കെ കൊത്തി തിന്ന് വളർന്നോളും. തീറ്റ നമുക്ക് കൈത്തീറ്റ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ടതാണ്. ഇത് വളരെ ചെറിയ ചക്കയാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഉള്ളിൽ വീട്ടിലൊക്കെ അത്യാവശ്യം ഒരു ചെറിയ പുഴുക്കിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് പച്ചച്ചക്ക കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വറക്കാൻ ഇതിൻ്റെ കട്ടി കുറവുണ്ട്. അതുകൊണ്ട് വറക്കാൻ വളരെ കട്ടി കുറവുള്ളതുകൊണ്ട് വറക്കാനും ഏറ്റവും നല്ല